1201 ആണ്ട് മിഥുന മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 15/6/2026 മുതൽ 16/7/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ്. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നു. അവർക്ക് ഏതെങ്കിലും രീതിയിൽ രോഗങ്ങളായിട്ടോ അല്ലാണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാത്തിനും ഒരു ആശ്വാസം കിട്ടുന്നു. അതുപോലെ ഗുരുക്കന്മാരുടെ ശാപം വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. ധർമ്മപരമായി മുടക്കം മൂലം, അതായത് എന്തെങ്കിലും മതപരമായ ചടങ്ങുകളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള മുടക്കം വന്നിട്ടുള്ള നേർച്ചകളൊക്കെ മുടക്കം വന്നിരുന്നാലും മതി, അതിൻ്റെ ആയിട്ടുള്ള ശാപങ്ങൾ മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള കാലതാമസം മാറിക്കിട്ടുന്നു. നിർഭാഗ്യം ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. എല്ലാത്തിനും ഒരു ഭാഗ്യമില്ലായ്മ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ഹൃദയരോഗമുള്ളവർക്ക് തക്കതായ ചികിത്സ ലഭിക്കുന്നത് മൂലം അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നു. വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാതടസ്സം മാറിക്കിട്ടുന്നു. തുടർ വിദ്യാഭ്യാസത്തിന് അവർക്ക് സാധ്യമാകുന്നു. ഇഷ്ടവിഷയം പഠിക്കാൻ സാധിക്കുന്നു. ധനനാശം വന്നുകൊണ്ടിരുന്നത് മാറിക്കിട്ടുന്നു. സ്ഥാനമാനങ്ങൾ നഷ്ടമാകുമോ എന്ന ഭീതി മാറിക്കിട്ടുന്നു. അതൊന്നും നഷ്ടപ്പെടില്ല. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന പലതും, അതായത് പല സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പണപരമായിട്ട് എന്തെങ്കിലും കുരിശ് കിട്ടാനുണ്ടെങ്കിലോ അതൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബസുഖം ലഭിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെ സന്തോഷവും ലഭിക്കുന്നു. അതുപോലെ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നത്, രണ്ട് വീട്ടുകാർ തമ്മിലും കുടുംബക്കാർ തമ്മിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നു. ശത്രുക്കളുടെ ശല്യം പൂർണ്ണമായി മാറിക്കിട്ടുന്നു. ചിലർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുജനങ്ങളിൽ നിന്നും പല സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പല രീതിയിൽ ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. പല വിധത്തിലുള്ള ജോലികൾ നിങ്ങൾ ഏർപ്പെടുന്നവർ ജോലിയുടെ രീതിയിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിൽ പോലീസ്, പട്ടാളം, അതുപോലെ ആ സൈന്യപരമായിട്ടുള്ള എല്ലാം യൂണിഫോം സർവീസ് ഇതിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അത് പോലീസിൽ മാത്രമല്ല, സൈന്യത്തിൽ മാത്രമല്ല, ഡോക്ടർ, നഴ്സ്, എഞ്ചിനീയറിങ് മുതലായവ ഉള്ളവർക്കും അത് ബാധകമാണ്. മുകളിൽ പറഞ്ഞ ജോലികളിൽ നിങ്ങൾക്ക് ഈ മാസം പ്രവേശിക്കാൻ സാധിക്കുന്നു. കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ ഫലം കിട്ടിയില്ല എന്ന് വന്നേക്കാം. നിങ്ങൾ കൃത്യമായി അന്വേഷിച്ചാൽ അത് യഥാർത്ഥ വ്യക്തിയിലല്ല അത് എത്തിച്ചേർന്നെന്ന് അറിയാൻ സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും ദാനധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലാത്തതിനാൽ അതിന് ഫലം കിട്ടുന്നില്ല. ശരീരത്തിന് ക്ഷതം വരാനും അപകടം വരാനും സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബുധൻ, ഗുരു, ശുക്രൻ എന്നിവർ ഒരു ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സരസ്വതി യോഗം കിട്ടുന്നു. ഏതു കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാകുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും മികച്ച ആശാവിനിമയ ശേഷിയും ഉണ്ടാകുന്നു. മീഡിയയിൽ ഏത് തരത്തിലുള്ള മീഡിയ ആയിരുന്നാലും അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്നു. വാർത്താവിനിമയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേറെ ഗുണങ്ങൾ കിട്ടുന്നു. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. ധനഭാഗ്യം വിദ്യാഭ്യാസത്തിലൂടെ അറിവിലൂടെയും നേടാൻ പറ്റിയ ഒരു സമയമാണ്. കുടുംബസൗഖ്യം ലഭിക്കാം. നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൗതികവും ആത്മീയതയും ഒരേപോലെ കൊണ്ടുപോകാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ മാസം സൂര്യനും ചന്ദ്രനും ബുധനും കൂടി ഒരു രാശിയിൽ വരുന്നത് കൊണ്ട് ബുധാധിപത്യ യോഗം സംഭവിക്കുന്നു. മനസ്സിന് ബുദ്ധിയുടെയും സംയോജനം ഉണ്ടാകുന്നു. മനസ്സും ബുദ്ധിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള, നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു വരുന്നു. ബുദ്ധിക്ക് നേർഗതി വരുന്നു. ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നവർക്ക് വളരെയധികം സാധ്യതകൾ തുറന്നു കിട്ടുന്നു. എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നാലും അതിനെല്ലാം നല്ല ഗുണങ്ങൾ കിട്ടുന്നു. അതുപോലെ അധ്യാപകർക്കും സാഹിത്യകാരന്മാർക്കും വളരെ വിജയം ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണിത്. സൂര്യൻ്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുമ്പോൾ അമാവാസി യോഗം ഉണ്ടാകുന്നു. ഇത് മാനസിക പിരിമുറുക്കമുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാം. അത് വേറെ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ അവർക്ക് വരാം. ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാലും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഗുണങ്ങൾ ലഭിക്കുന്നു. മികച്ച നേതൃത്വം ഉണ്ടാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിക്കിട്ടുന്നു. അതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളിലേക്ക് വളരെ ശക്തിയായി തന്നെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു.
അതുപോലെ തന്നെ തിരിച്ചും അച്ഛനമ്മമാർക്ക് മക്കളിലേക്കും നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു. കുട്ടികൾക്ക് വിദ്യാസമ്പന്നമായ അറിവ് അവർക്ക് ലഭിക്കുന്നു. ഇതെല്ലാം നല്ലൊരു ആണ് ഈ മാസത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇനി മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വേർതിരിച്ച് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ് പറയുന്നത്. 4 വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് നിസ്സാരമായ ചില അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ചെറിയ അസുഖങ്ങളാണെങ്കിലും അത് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് ഗുരുതരമാകേണ്ട ഒരു സാഹചര്യം ഇവരുടെ ഈ സമയം കാണുന്നുണ്ട്. 4 മുതൽ 22 വയസ്സ് വരെയുള്ള മകീര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ത്വക്കിന് ചില രോഗങ്ങൾ വരാം, അലർജി വരാം, പിന്നെ നീരിളക്കം പോലുള്ള പ്രയാസങ്ങളൊക്കെ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ക്രമേണ അസുഖങ്ങൾ മാറിക്കിട്ടുകയും വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപൂർവം ചിലർക്ക്, വളരെ ചിലർക്ക് മാത്രം കണ്ണിന് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങൾ വരാം. അത് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ചിലർക്ക് ഒരു ചെറിയ സർജറി വേണ്ടി വരാം. കണ്ണിനല്ല, വേറെ ഏതോ ഒരു അവയവത്തിന് ഒരു സർജറി വേണ്ടി വന്നേക്കാം. 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. കിട്ടിയ തൊഴിലിൽ പുരോഗതി വരുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ അവർക്ക് അതനുസരിച്ചുള്ള ഒരു പദവിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യമാകുന്നു. അസൂയാലുക്കൾ പല കെണികളും ഉണ്ടാക്കും. അതിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇഷ്ട ജോഡിയെ കണ്ടെത്തി വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകാനും ഭാഗ്യമുണ്ട്. 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള മകീരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ ചിലർക്ക് ഹൃദയ സംബന്ധമായ അസുഖം വരാം. അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഹൃദയത്തിന് അസുഖം വരാം. വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാണ്ടിരിക്കുക നല്ലത്. തർക്കിക്കരുത്. ഒരു ഇതിന് പോയിരുന്നാലും തർക്കിക്കരുത്. നിങ്ങൾ വാദിക്കുന്നത് ശരിയായിരിക്കാമെങ്കിലും തർക്കിക്കാൻ പോകരുത്. കാരണം അവിടെ വഴക്ക് നടക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ വീട് വെച്ചിട്ട് അതിലേക്ക് മാറി താമസിക്കുന്നതായിരിക്കാം. തൊഴിൽ സംബന്ധമായി പുരോഗതി ഉണ്ടാകും. നല്ല രീതിയിലുള്ള പുരോഗതി തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകും. പക്ഷേ അധ്വാനം വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ അധിക ചുമതലകൾ ഏൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ധാരാളം ധനം സമ്പാദിക്കാനും നിക്ഷേപങ്ങളിൽ അത് മുടക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. 57 വയസ്സ് മുതൽ 74 വയസ്സ് വരെ ഉള്ളവർക്ക് ആരോഗ്യപരമായി ഒരുവിധം മെച്ചപ്പെട്ട ഒരു കാലമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. എന്തുകൊണ്ടും ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. മോഷണ ശ്രമം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ നടക്കാൻ സാധ്യതയുള്ളതിനാൽ അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുക. CCTV പോലുള്ളവ നിങ്ങൾ വളരെ ആക്റ്റീവായി വയ്ക്കുക. 74 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും തക്ക സമയത്ത് വൈദ്യചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറിക്കിട്ടുന്നു. കേസുകൾ, വഴക്കുകൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് മധ്യസ്ഥത പറയാൻ പോവുക ഇവ കഴിയുന്നതും ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. മക്കളും കൊച്ചുമക്കളുമായി സസുഖം വസിക്കാനുള്ള ഭാഗ്യവും കൂടി മകീര നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അടുത്ത് തിരുവാതിര നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില ത്വക്ക് രോഗങ്ങളും അലർജികളും വരാൻ സാധ്യത കാണുന്നുണ്ട്. വിഷവസ്തുക്കൾ കുട്ടികളിൽ നിന്നും, അതായത് കീടനാശിനികളോ അങ്ങനെയൊക്കെയുള്ള ഏത് വസ്തുക്കൾ, അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം മരുന്നുകളായിരുന്നാലും ശരി വളരെ അകറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സമയം അവരെടുത്തത് ഉപയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും വിദ്യാഭ്യാസം യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില ആഭിചാര ക്രിയകൾ മൂലം അവർക്ക് ഇത്തിരി മനവിഭ്രാന്തി ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമയം ഈ വിഭ്രാന്തി ഉള്ളവർ പറയുന്നത്. പഠിപ്പിൽ ശ്രദ്ധ കുറയുന്നു. ഇതൊക്കെ ഒന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഭ്യാസത്തിന് ഒരു പ്രശ്നവും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു. ചില തടസ്സങ്ങൾ വരുമെങ്കിലും അതൊന്നും വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നില്ല. അവർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയവും കൂടിയാണ്. നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നു. ചിലർക്ക് ചെറുപ്പത്തിലെ തന്നെ മാന്യമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഭാഗ്യം കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനും വിദേശത്ത് പോയി പഠിക്കാനും അവിടെ തൊഴിൽ ചെയ്യാനുള്ള ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്നും വേറെ വീട്ടിൽ താമസിക്കുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്.
വിവാഹവും നടക്കാം, സന്താന ഭാഗ്യവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും മാനഹാനി വരാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ചില തിരുവാതിര നക്ഷത്രക്കാർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു മടി പിടിച്ച് വീട്ടിലിരിക്കും, ഒരു തൊഴിലും ചെയ്യാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മറ്റു ചിലർ ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ചിലർക്ക് വീട് വാങ്ങാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ താമസിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. ധനലാഭവും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം. നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കലാ സാംസ്കാരിക രംഗത്തോ മറ്റു സേവന രംഗത്തോ ഉള്ളവർക്ക് ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു കാലമാണ്. നിങ്ങളുടെ എല്ലാവരും അറിയാൻ പോകുന്നതും അവാർഡൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. അതുപോലെ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. ചിലർക്ക് ഗവേഷണപരമായ തൊഴിലിൽ അവർക്ക് ഏർപ്പെടാനും അതിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്നു. ഇഷ്ടവാഹനവും അവർക്ക് ലഭ്യമാകാം. ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഒരു സർജറി നടക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായ ആൾക്കാരും ശത്രുക്കളും പല രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് നോക്കാം. വസ്തുവകകൾ, സ്ഥാപനങ്ങൾ മുതലായവ കൊള്ളയടിക്കാനും അവർ ശ്രമം നടത്തുന്നതാണ്. ചതി, വഞ്ചന എന്നിവ നടക്കേണ്ട ഒരു സമയമാണിതായതിനാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓരോ ക്രയവിക്രയങ്ങളും മറ്റ് ഇടപാടുകളും നടത്തുവാനായിട്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കഷ്ടപ്പാടുകളും, ആ ചതിയിൽ നിന്നും വഞ്ചനകളിൽ നിന്നെല്ലാം അവർക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. ആ ഭയം മാറിക്കിട്ടുന്നു. സമ്പത്തും ഐശ്വര്യങ്ങളും ലഭ്യമാകാം. മനസമാധാനം ലഭിക്കാം. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അസ്ഥിയെ സംബന്ധിക്കുന്ന ഒരു സർജറിയാണ് കാണുന്നത്. എങ്കിലും സന്തോഷത്തിന് ധാരാളം വക കാണുന്നുണ്ട്. ചില ഭാഗ്യവാന്മാരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് 5 വർഷത്തേക്ക് വളരെ ഉയർന്ന പദവിയിലുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യവും അവർക്ക് കാണുന്നുണ്ട്. അടുത്ത പുണർതം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല രീതിയിലും ഐശ്വര്യം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വളരെ വിലപിടിച്ച ചില സമ്മാനങ്ങൾ ലഭ്യമാകാം. എങ്കിലും പല കാര്യങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പിന്നീട് എല്ലാം ക്രമേണ ശരിയാവുകയും അതെല്ലാം നേരാൻ വണ്ണം ഇത്തിരി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം മുടക്കം വരുന്നില്ല. പല സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. ചില പുണർതം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം സമ്പന്നസുള്ളവരുടെ സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് വളരെയധികം സഹായങ്ങൾ ലഭിക്കുന്നു. അതുപോലെ വീട്ടുകാർക്ക് പല ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ ഈ കുട്ടിക്കും കുടുംബത്തിലുള്ളവർക്കും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഈ കാലഘട്ടത്തിൽ ഈ കുട്ടിയെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചില ക്ഷുദ്രകക്ഷികളുടെ ദോഷവും കൂട്ടുകെട്ടുമൊക്കെ ഈ കുട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്നാലും വിദ്യാഭ്യാസത്തിന് ഒരു പ്രശ്നവും വരാതെ തുടർന്നു പോകുന്നു. ഇതിൽ ദുർമാർഗത്തിൽ പോകുന്നവർക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെട്ടേക്കാം. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിന് സാധ്യത കാണുന്നു. വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നു. പുരോഗതി ഉണ്ടാകുന്നു. തൊഴിലിൽ ധനപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹവും സന്താനഭാഗ്യവും ഇവർക്ക് ഉണ്ടാകുന്നു. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ആരോഗ്യപരമായി ഒരുവിധം മെച്ചപ്പെട്ട ഒരു സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് വളരെ ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കൂടിയുണ്ട്. ധനസമൃദ്ധിയും മറ്റ് ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകാം. മാനഹാനി വരാതെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലത്ത് വലിയ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് സൂക്ഷിക്കുക. അതിനുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വേണം ജലാശയങ്ങളിൽ ഇറങ്ങാൻ. അവസാന 3 വർഷം തൊഴിലിൽ ചില തടസ്സങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ മോശമായ നടപടികൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നിങ്ങൾ ഇടപെടരുത്. കൃഷിക്കാർക്ക് ഈ അവസാന 3 വർഷം കുറച്ച് പ്രയാസം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള കാലത്ത് ചിലർക്ക് ശത്രുദോഷം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടെന്നിരിക്കാം. അതിൽ നിന്നെല്ലാം നിങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടാനും കഴിവുണ്ട്.
വാഹനങ്ങൾ വളരെ ജാഗ്രതയായി ഓടിക്കേണ്ട ഒരു സമയമാണ്. ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടി വഴക്ക് ഉണ്ടാക്കുകയോ അതുമൂലം ഭയങ്കരമായ കഷ്ടപ്പാടുകൾ വരാനും സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ മറ്റ് ശിക്ഷാ നടപടികൾ വരാൻ സാധ്യതയുള്ളതിനാലാണ് ഞാൻ പറഞ്ഞത് ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് കുറയ്ക്കുക. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഇത്ര നാളും അവർ അനുഭവിച്ച കുറച്ച് കഷ്ടതകളും അല്ലെങ്കിൽ കുറച്ച് മാനഹാനി ഉണ്ടെങ്കിൽ അതും ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അവരെ ഏറെ സന്തോഷിക്കാൻ അവർക്ക് വകയുള്ള ഒരു കാലഘട്ടമാണ്. തൊഴിൽ സംബന്ധമായി വളരെ ഉന്നതി ലഭിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായി വാഹനവും വീടെല്ലാം അവർക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നു. ശത്രുക്കളും അസൂയാലുക്കളും കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ചിലർക്ക് അധികാരമുള്ള ഒരു പദവി തൽക്കാലത്തേക്കാണെങ്കിൽ 5 വർഷത്തേക്ക് വളരെ അധികാരമുള്ളൊരു പദവി ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നു. ചെയർമാൻ സ്ഥാനം, വൈസ് ചാൻസലർ സ്ഥാനം, മാനേജിംഗ് ഡയറക്ടർ, ചെയർപേഴ്സൺ, കമ്മീഷൻ എന്നീ തസ്തികകളിലേക്ക് അവർക്ക് താൽക്കാലിക ജോലി 5 വർഷത്തേക്ക് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. 78 വയസ്സ് മുതൽ 84 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിചാരിച്ചിരിക്കാതെ ഉള്ള ചില പ്രതികൂല നടപടികൾ സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പം വല്ല എൻക്വയറി അങ്ങനെയൊക്കെ നടക്കുന്നതായിരിക്കാം. പ്രമേഹമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് വിദഗ്ധ ചികിത്സ വേണ്ടി വന്നേക്കാം. അതുപോലെ കഷ്ടതകൾ മാറി മനസ്സുഖവും ശരീരസുഖവും നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായോ ഉള്ള ജാതകപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന മിഥുന മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ്സായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.